വിശ്വാസമല്ലോ വിളക്ക്. എബ്രായ ലേഖനം 11 അധ്യായം 1 മുതൽ 40 വരെ. ധ്യാനത്തിനായിട്ട് 17 വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. മനുഷ്യൻ്റെ വ്യക്തി പ്രാഭവത്തിൽ കുടികൊള്ളുന്ന ആ മഹാശക്തിയെക്കുറിച്ച് ബോധവാന്മാരല്ല മിക്ക മനുഷ്യരും. പിന്നെ വേണ്ടേ ആ ശക്തി ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ. ലോകത്തിലെ ഒരു ശക്തിക്കും കീഴടക്കുവാൻ കഴിയാത്ത അജയ ശക്തിയുടെ റിസർവോയർ, ഭണ്ഡാകാരം മനുഷ്യനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉപബോധ മനസ്സിൻ്റെ ശക്തിയാണത്. ഈ ശക്തിയുടെ ചിറ മുറിച്ചുവിടുന്നത് വിശ്വാസമാണ്. അപ്പോൾ മാനസികവും വൈകാരികവും ആധ്യാത്മികവുമായ ശക്തിയുടെ മഹാപ്രവാഹം നമ്മിൽ നിന്ന് പുറപ്പെടുകയായി. നമ്മുടെ സർവ പരാജയങ്ങളെയും പമ്പ കടത്തുന്ന ശക്തിയായിരിക്കും അത്. സ്റ്റേ എലിവ് ഓൺ യുവർ ലൈഫ് എന്ന ഗ്രന്ഥത്തിൽ ചെറുപ്പത്തിൽ പിള്ളവാദം പിടിപ്പെട്ട വാൾട്ടർ ഡേവിസ് ഹൈജമ്പിൽ ലോക റെക്കോർഡ് സംബന്ധിച്ച കായിക അഭ്യാസിയായി തീർന്ന കഥ വിവരിച്ചിട്ടുണ്ട്. ആരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന കഥയാണത്. ഇവൻ ഇനിയും എഴുന്നേറ്റ് നടക്കുവാൻ പോകുന്നില്ല എന്ന് ചെറുപ്പത്തിൽ തളർന്നു കിടന്ന വാൾട്ടർ ഡേവിസിനെ പറ്റി പറഞ്ഞവർ അവരുടെ അത്ഭുതകരമായ നേട്ടത്തെപ്പറ്റി കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയി. പിള്ളവാദം പിടിച്ച കുട്ടി എങ്ങനെ എഴുന്നേറ്റ് നടന്നു എന്നല്ലേ വാൾട്ടറിൻ്റെ പള്ളിയിലെ വികാരിയായ വൈദികൻ അവൻ്റെ ഇളം ഹൃദയത്തിൻ്റെ ഇളകിക്കിടന്ന വളക്കൂറുള്ള മണ്ണിൽ സൃഷ്ടിപരമായ വിശ്വാസത്തിൻ്റെ വിത്തിട്ടു. അത് മുളച്ചു വളർന്നു. അവൻ്റെ അമ്മ അതിനെ വെള്ളം കോരി. ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിൽ വേരിറങ്ങിയ വിശ്വാസം തഴച്ചു വളർന്നുകൊണ്ടിരുന്നു. വാൾട്ടർ മെല്ലെ എഴുന്നേറ്റ് നടന്നു. നടക്കാനും ഓടാനുമുള്ള ബലം അവൻ്റെ കാലുകൾക്ക് കിട്ടി. ഒരിക്കൽ ഒരു കുട്ടി ഹൈജമ്പ് ചാടുന്നത് വാൾട്ടർ കണ്ടു. അതുപോലെ തനിക്കും ചാടാൻ ഒരു മോഹം. അവൻ മെല്ലെ ഒന്ന് ചാടി നോക്കി. തനിക്ക് ചാടാൻ കഴിയുമെന്നുള്ള ധൈര്യം അവനുണ്ടായി. അങ്ങനെ ഹൈജമ്പിൽ അവൻ പരിശീലനം നേടി. താൻ വിവാഹം കഴിക്കുമ്പോഴും വാൾട്ടർ ഡേവിസിൻ്റെ കാലിന് അല്പം ബലഹീനത ഉണ്ടായിരുന്നു. തൻ്റെ കാലിന് ബലം കിട്ടുന്നതിന് വേണ്ടി ഒരു ദിവസം ക്ലേശകരമായ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, വാൾട്ടർ, നിങ്ങളുടെ മനസ്സിന് കൂടി ശക്തി വേണം എന്ന്. തൻ്റെ ഭാര്യയുടെ ഈ പ്രത്യായനം വാൾട്ടർ പ്രായോഗികമാക്കി. അതാണ് ഹൈജമ്പിൽ അവനെ ഒരു റെക്കോർഡ് സമ്പാദിച്ച് ലോക ചാമ്പ്യൻ എന്ന കീർത്തി നേടാൻ ഇടയാക്കിയത്. നമ്മുടെ ശക്തിയെക്കുറിച്ചുള്ള അവബോധമാണ് ആത്മവിശ്വാസത്തിൻ്റെ മർമ്മം. അത് നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ചാടി മറികടക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം ആർജിക്കുന്നതിനുള്ള ഒരു മർമ്മം ബൈബിളിലുണ്ട്. അത് നിങ്ങളുടെ ബോധമനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമെങ്കിൽ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി അതിനുണ്ടായിരിക്കും. ആ മർമ്മം ഇതാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. റോമർ 8:31. ഈ വാക്യം ഓരോരുത്തരും സ്വന്തമാക്കി ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആർ എന്ന് സ്വയം ചോദിക്കുക. പിന്നീട് ദൈവത്തോടു കൂടി അവരവരുടെ പ്രശ്നത്തെ നേരിടുക. ദൈവത്തിന് മുമ്പിൽ നിന്ന് വഴിമാറാത്ത ഏതെങ്കിലും പ്രശ്നമുണ്ടോ ലോകത്തിൽ നിന്ന് സ്വയം ചോദിക്കുകയും ചെയ്യുക. ഇപ്രകാരം നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണം. ഭാരതീയ ദർശനങ്ങളിലും വിശ്വാസത്തിൻ്റെ അത്ഭുത സിദ്ധികളെപ്പറ്റി നിരവധി പരാമർശനങ്ങൾ ഉണ്ടായിട്ട്. അതുകൊണ്ടാണ് മഹാകവി കുമാരനാശാൻ ഇങ്ങനെ പാടിയത്: വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന്, വിശ്വാസം ജീവ സർവസ്വമല്ലോ എന്ന്. ഓർക്കണമേ, ജീവിതം പ്രതീക്ഷയും പ്രതീക്ഷ ജീവിതവുമാണ്. മത്തായി എഴുതിയ സുവിശേഷം 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.